കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ പുത്തൻതുറ സ്വദേശി ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിനായി വിദഗ്ധ സംഘം തിരച്ചിൽ പുനരാരംഭിച്ചു. പുത്തൻതുറ സ്വദേശിയായ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് ഇന്ന് 8 ദിവസം പിന്നിടുകയാണ്. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, 8 ദിവസം പിന്നിടുന്നുണ്ട്. ഇന്നത്തെ ഒരു തിരച്ചിലിന്റെ ഒരു പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് വിദഗ്ധ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. തീർച്ചയായും നമ്മൾ ഗോവയിൽ നിന്നുള്ള പ്രത്യേക സംഘം, അതായത് ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധ പരിശീലനം ലഭിച്ച വിദഗ്ധ സംഘമാണ് ഗോവയിൽ നിന്നെത്തിയ സംഘത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ രാവിലെ 6:30 മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചത്. ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തെരച്ചിലിന് ഈ പ്രത്യേക സംഘം ഫിഷറീസ് ബോട്ടിൽ അല്പസമയം മുമ്പ് ഈ തീരത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു വള്ളത്തിലും ഒരു സ്പീഡ് ബോട്ടിലുമായി ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ തീരദേശ മേഖലയോടനുബന്ധിച്ചുള്ള കായൽ പ്രദേശങ്ങളിലും അഷ്ടമുടി കായലിന്റെ പ്രദേശങ്ങളിലും ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരച്ചിൽ വ്യാപകമായി നടത്തുന്നില്ല, അല്ലെങ്കിൽ തിരച്ചിൽ കാര്യക്ഷമമായി നടത്തുന്നില്ല എന്ന ആക്ഷേപത്തിൽ ഈ ഗൗതം കൃഷ്ണയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ കഴിഞ്ഞ ദിവസം തന്നെ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കാരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ നീണ്ടകരയിൽ നിന്ന് പോയ ഈ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 14ഓളം പേർ അപകടത്തിൽപ്പെട്ടു. അതിൽ 3 പേർ ആണ് അത് കാണാതാകുന്നത്. അതിൽ ഈ ഗൗതം കൃഷ്ണന്റെ അച്ഛനും അപ്പൂപ്പനും ഉണ്ട്. അവരുടെ മൃതദേഹങ്ങൾ, കാണാതായവരുടെ മൃതദേഹങ്ങൾ അന്നേ ദിവസവും തൊട്ടടുത്ത ദിവസവും തന്നെ തിരച്ചിലിനൊടുവിൽ കിട്ടിയിരുന്നു. പക്ഷെ ഗൗതം കൃഷ്ണയുടെ കാണാതായതിനു ശേഷം ഇതുവരെയും യാതൊരു വിവരങ്ങളും പിന്നീട് ലഭിക്കുകയുണ്ടായില്ല. അപ്പോൾ ഈ ഒരു കാരണം സൂചിപ്പിച്ചുകൊണ്ടാണ് ഗൗതം കൃഷ്ണയുടെ അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി, നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധം നടത്തിയിരുന്നത്. കാരണം അന്വേഷണം ഊർജിതമായി നടക്കുന്നില്ല, കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല, കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ അന്വേഷണങ്ങൾ നടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അത് പ്രതിഷേധിക്കുന്നു എന്ന തരത്തിലായിരുന്നു അവരുടെ ബന്ധുക്കളുടെ പരാതി ഉയർന്നത്. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഫിഷറീസ് വകുപ്പും മറ്റുമൊക്കെ ഇടപെട്ടുകൊണ്ട് അന്വേഷണം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും വിദഗ്ധ സംഘത്തിന്റെ അല്ലെങ്കിൽ ഈ കടലിലും ഒപ്പം തന്നെ കായൽ പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്.